വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എക്കോ ഉള്ള ഉമ്മയാണ് കേട്ടോ. പിന്നെ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് പറയുമ്പോൾ 3-4 പ്രാവശ്യം വോയിസ് കേൾക്കുമ്പോൾ എക്കോ ഭയങ്കര എക്കോ. എങ്ങനെയാകുമ്പോൾ എത്ര ശബ്ദമൊക്കെ വരുന്നത് നമുക്ക്? അല്ല, സാധാരണ മെല്ലെയാണ്. ഇപ്പം നമുക്ക് മെല്ലെയായിട്ട് മെല്ലെയാണ് കുറ്റം പറയാൻ പാടില്ല. കറക്റ്റാണ്, മെല്ലെയാണ് കേട്ടോ. എല്ലാവരും കേൾക്കണ്ടേ? ഇല്ല വെറുതെ പറഞ്ഞു. അല്ല, എല്ലാവരും കേൾക്കണ്ടേ? വേണം. ഉമ്മയൊക്കെ ഇത്തിരി അല്ല, മഴയാണെങ്കിലും അല്ലെങ്കിലും ഉമ്മയൊക്കെ ഇത്തിരി ഊർജ്ജത്തിൽ കൊടുക്കണം. സ്നേഹം കൊണ്ട് കൊടുക്കുമ്പോൾ അതിനൊരു പവർ വേണ്ടേ? വെറുതെ ഇങ്ങനെ ജീവനില്ലാത്ത പോലെ ഹായ് ഗുഡ് മോർണിംഗ് ഉമ്മ. അല്ല, അത് പറയുമ്പോഴായിരിക്കും ഓർമ്മ വന്നത്. അല്ലമ്മ, ഇന്ന് രാവിലെ സ്വാഭാവികമായിട്ട് ഞാൻ എന്നും ചോദിക്കുമല്ലോ, അമ്മ അല്ല എന്താണ് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു. അതൊരു കുറ്റാണോ? അല്ലല്ലോ. അപ്പം അമ്മ എടുത്ത വാക്കിന് പറഞ്ഞു ഉപ്മാവാണ് മോനെ പറഞ്ഞു. അപ്പം ഞാൻ ഉപ്മാവായിരിക്കും എന്നൊരു ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അമ്മ ദോശയ്ക്ക് മാവ് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദോശപാത്രമൊക്കെ സ്റ്റൗവിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ അത് ഇഡ്ഡലിയായി മാറി. എന്താന്ന് എന്ന് പറ്റിയമ്മക്ക്? പിന്നെ ഞാൻ വിചാരിച്ചു ഉപ്മാവ് ഉണ്ടാക്കി ശരിക്കും കഴിക്കില്ലല്ലോ, വേണ്ട. ഇനി വേറെ സ്പെഷ്യലും ഇല്ല ഉച്ചക്ക്. അപ്പൊ ഇനിയിപ്പോ ഉപ്മാവും ഇഷ്ടമില്ലാത്തല്ലേ, അത് ഉണ്ടാക്കണ്ടാവുമ്പോ മാറ്റി. അപ്പൊ ദോശക്ക് അരിച്ചു വെച്ച മാവാണ്. എന്നിട്ട് ഉഴുന്നൊന്ന് കൂടുതൽ ഇഡ്ഡലിക്കാവുമ്പോ നമ്മള് കുറച്ച് കൂടുതൽ ഇടില്ല, അങ്ങനെ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഈ ദോശ വെച്ച ഇഡ്ഡലി അല്ലേ ഇഷ്ടം, എന്നാ പിന്നെ ഇഡ്ഡലി അല്ലേ ഉണ്ടാക്കാം. എന്നിട്ട് അമ്മ അത് കുഴച്ചിട്ട് വേറൊരു ഇഡ്ഡലി കുഴച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കില്ല. അതാക്കാത്തത് ഭാഗ്യം കേട്ടോ. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണത്? ഇപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നന്നായി ഇഷ്ടപ്പെട്ടു, കഴിച്ചു. അല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചാൽ 3 എണ്ണം കാണിച്ചിട്ട് അവസാനം വേറെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരെണ്ണമാണ് തരിക എന്നുള്ളത് മനസ്സിലായില്ലേ? അല്ല, ഉപ്മാവ് ഇങ്ങനെ ഒരു അത് പോട്ടെ. ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഗ്രീൻ മസാല കറിയാണ്. ഓ, ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഗ്രീൻ മസാല കറി. ചെറിയൊരു ഗ്രേവി ഉണ്ടാവും, വെള്ളം പോലെ ഒന്നല്ല. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഉരുളക്കിഴങ്ങ്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പുതിന എല്ലാം കുറേശ്ശെ കൂട്ടി അരച്ചു വെച്ചതാണ്. വറക്കാൻ കേട്ടോ, പച്ചക്ക് അരച്ചതാണ്. പുതിന, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 മണി കുരുമുളക് ഞാൻ പറഞ്ഞു. പിന്നെ ഗരം മസാല, തക്കാളി, സവോള, കറിവേപ്പില, അതുപോലെ ഉപ്പ്, മഞ്ഞൾ. ഇത്ര മാത്രം മതി. അപ്പൊ നമുക്കൊന്ന് കണ്ടെത്തേ ഉള്ളൂ. എണ്ണ ഒഴിക്കാം. ഇത് പെട്ടെന്ന് ബാച്ചുലർ ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സംഭവമാണ് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ ധൃതിയിലൊക്കെ ഒന്ന് വെക്കാൻ പറ്റിയത് കറിയാണ് തോന്നുന്നു. അല്ല, അത് എന്തിനു പറ്റുന്നൊക്കെ ഞങ്ങൾ കഴിച്ചു നോക്കി പറയാം. ഞാൻ ചോദിച്ചാൽ മാത്രം അല്ല, ഞങ്ങൾ ചോദിച്ചാൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇപ്പൊ പെട്ടെന്ന് ഒരു ദിടീർന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് അല്ലേ? അങ്ങനെയല്ല, എന്നാലും ഇത്ര സ്പീഡായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുക പെട്ടെന്ന് അല്ലേ? പെട്ടെന്ന് എന്തെങ്കിലും വീട്ടില് ഇവിടെ ആയിട്ടായിട്ട് ഒരു ഭക്ഷണത്തിന് ഒരു കറി വെക്കണം വിചാരിച്ചു. അപ്പൊ അത് ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയണേ? അത് വേണ്ട ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. കോളിഫ്ലവറിന്റെ ഒക്കെ പറഞ്ഞോളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ സംസാരിക്കരുത്. ഒരു ദിവസങ്ങളൊന്നും പോണത് നമ്മ അറിയില്ല. എന്റെ ദൈവമേ, ഇതെന്താ പച്ചവെള്ളം ഒഴിച്ചെടുക്കണത്? എണ്ണയാണോ? ഇതെന്താ എണ്ണയില് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീന്താൻ വിടുകയാണ്? പാവം ഉരുളക്കിഴങ്ങ് കേട്ടോ. മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് മുളച്ച് വരും. എന്നിട്ട് കടയിലത് കുറേ നേരം വല്ലവരും കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കും, ഒരു അനാഥനെ പോലെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെ കൊണ്ടുവന്നിട്ട് കഴുകും. അപ്പോൾ അത് വിചാരിക്കും ഞങ്ങളെ നന്നാക്കാനാണെന്ന്. അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കത്തിയും കൂടി ചെത്തി അതിനെ ഉപദ്രവിക്കും. അതിന് ശേഷം കഷ്ണമാക്കിയിട്ട് അതിനെ മുറിക്കും. എന്നിട്ട് എണ്ണയിലിടും, ഉപ്പിലിടും, മുളകിലിടൂലെ. എന്ത് പാവം ചെയ്തിട്ടാണാവല്ലോ ഉരുളക്കിഴങ്ങ് ജനിച്ചത്. അപ്പൊ നിങ്ങൾ പറയില്ലേ ഈ കോഴി തിന്ന പാവം കിട്ടും, ആട് തിന്ന പാവം കിട്ടും എന്നൊക്കെ. അപ്പൊ ഉരുളക്കിഴങ്ങ് തിന്നാലും പാവം കിട്ടും. മനസ്സിലായില്ലേ ഇപ്പം അമ്മയ്ക്ക്? ഉരുളക്കിഴങ്ങിന് ജീവൻ ഉള്ളത് കൊണ്ടാണല്ലോ അത് മുളച്ച് വരുന്നത്. ഒന്നും ഇല്ലാണ്ട് ഒന്നും വരില്ല എന്ന് മനസ്സിലായില്ലേ ഇപ്പം അമ്മയ്ക്ക്? അപ്പോൾ പച്ചക്കറി തിന്നണ അമ്മ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ മാത്രം ഒന്നും ചെയ്യത്തില്ല. പക്ഷേ എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ
ചോര ഉണ്ടാവില്ല എന്നുള്ളൊരു വ്യത്യാസക്കുറവ് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ കണ്ടിട്ടില്ലേ അമ്മ? ഇപ്പോൾ കയ്പക്ക പന്തൽ അമ്മ കണ്ടിട്ടുണ്ടല്ലോ? ഇഷ്ടം പോലെ കണ്ടു. നമ്മൾ കൃഷി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ആ കയ്പക്ക പന്തലിൽ പിഞ്ച് വരുമ്പോൾ ഇങ്ങനെ തൊട്ടിൽ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൻ്റെ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് ഉള്ളിൽ കിടക്കുന്നത് അത് പിഞ്ച് കുട്ടിയാണ്. അതിനെ വള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടും. മതിയുടെ മോനെ കടന്നത് നീ ഇങ്ങനെ തൂങ്ങി നിന്നോന്ന് പറയുമ്പോൾ അത് വലുതാവും. വലുതാകുമ്പോൾ എന്താവുക? നമ്മുടെ നേരെ ബ്ലേഡും കൊണ്ട് അതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തിട്ട് ഒരു കൊട്ടയിലിട്ട് കൊണ്ടുപോയിട്ട് കച്ചവടക്കാർക്ക് കൊടുക്കും അല്ലേ? അപ്പം തന്നെ വിൽക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമ്മൾ ആലോചിക്കണം കേട്ടോ. ആ കയ്പക്ക വള്ളിയാണ് അതിൻ്റെ അമ്മ. അത് എത്ര കരഞ്ഞുണ്ടാവും ബ്ലേഡ് കൊണ്ട് അതിനെ മുറിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അതിന് നമ്മുടെ കൊട്ടയിലിടുമ്പോൾ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളതിനെ കൊണ്ട് മാർക്കറ്റിലിടുമ്പോൾ. ഇപ്പോൾ നോക്ക്, ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. ആരും ആലോചിക്കാത്തൊക്കെ ഞാൻ ചിന്തിക്കുമോ? ആലോചിച്ച് നോക്ക്. മണ്ണെന്നൊരു കർഷകൻ ഉണ്ടാക്കണം, മണ്ണൊരു ബുദ്ധിമുട്ടി ഉണ്ടാക്കണം. അത് മുളച്ച് വരുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അന്ന് അവൻ്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ ഉരുളക്കിഴങ്ങ് ജനിച്ചപ്പോൾ എന്ത് വിചാരിച്ചു? എന്നെ കണ്ടൊരു കർഷകന് സന്തോഷമായി. കർഷകൻ അതൊരു ചാക്കിലാക്കിയിട്ട് വേറൊരു കച്ചവടക്കാരൻ്റെ കൊടുത്തൊരു പൈസ എണ്ണുമ്പോഴും ഉരുളക്കിഴങ്ങിന് തോന്നി ഞാൻ ജനിച്ചതിന് എന്നെ സൃഷ്ടിച്ച ഈ കർഷകന് സന്തോഷമായി എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊരു പച്ചക്കറി കടയിൽ ഭംഗിയായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ അപ്പോൾ വഴിയോര കർഷകരെ കണ്ടു. ഇതൊന്നും ഞാൻ മണ്ണിനുള്ളിലുണ്ടെങ്കിൽ കണ്ടറിഞ്ഞില്ല. ഞാൻ ജീവനോടെ പുറത്തു വന്നതിന് എന്തോരം കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കാറ് കാണാം, ബസ് കാണാം, ജീപ്പ് കാണാം, ജനങ്ങളെ കാണാം, നായയെ കാണാം, പട്ടിയെ കാണാം, കാക്കയെ കാണാം, പരുത്തെ കാണാം. ഇതൊന്നും മണ്ണിനുള്ളിലുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിനെ കാണാൻ പറ്റുന്നതെന്നില്ല. ഇതൊക്കെ മണ്ണിന്റെ ഉള്ളിൽ നിന്നുണ്ടാവണതാണല്ലോ. അത് കണ്ണടിച്ച് പോകണ്ടാവും. അപ്പൊ കണ്ണുകൊണ്ട് ഇതൊക്കെ കണ്ടു അല്ലേ? അത് വേണ്ട, അത് വേണ്ട. നമ്മുടെ എണ്ണ ഇത്തിരി കൂടുതലാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേക്കമ്മ, കേക്കമ്മ കേട്ടോ, കേൾക്കൂ. അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു. സബോള. അത് കഴിഞ്ഞിട്ട് ക്രൂരിയായ അമ്മേനെ പോലെ ഒരു വീട്ടമ്മ. കേൾക്കൂ, ക്രൂരതയല്ലേ കാണിക്കുന്നത്. അവര് കൊണ്ടുവന്നിട്ട് ആ മണ്ണിന്ന് ആ കർഷകൻ ഉണ്ടാക്കി അവന്റെ എന്താ പറയാ, അവന്റെ കുട്ടി, അതിന് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കത്തി കൊണ്ട് ചെത്തി. ഇപ്പൊ ഞങ്ങൾ എന്തിനാ മക്കളെ ജോലിക്ക് അയക്കണത്? അവിടെ ഒരു കേക്കോ, അവിടെ ഒരു ജോലിക്കാരനെ എം പിക്ക് മുമ്പ് തലകുനിക്കണം. ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പ് തലകുനിക്കണം. അതൊന്നും ഞാൻ തിരിച്ചെടുത്തു. അത് പോട്ടെ, അത് അമ്മ ജയിച്ചു. അപ്പോ എന്നിട്ട് ഇതിനെ അതിക്രൂരമായി കത്തിയും കൊണ്ട് ചിരണ്ടി അതിനെ പല രീതിയിൽ മുറിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് എണ്ണയിൽ പൊരിച്ച് സബോളയിൽ മുക്കി മുളക് പൊടി ഇട്ട് ഉപ്പിട്ട് ദ്രോഹിച്ച് എന്നിട്ട് പറയാം ഞങ്ങളുടെ ഒരു ദ്രോഹം ചെയ്യില്ല, ഞങ്ങൾ പച്ചക്കറി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവരും അതിൻ്റെതായ ദ്രോഹം ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ തൊലിയും ഇറച്ചിയും ചോരയൊന്നും ഇല്ല എന്നുള്ള വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? അതില്ല, അതിൻ്റെ രീതി വേറെയാണെന്ന് മാത്രം. ഇപ്പൊ ഒരു ബീൻസ് മുറിച്ച് നോക്കാമ, അതിനോട് അല്ല, ഒരു ബീൻസ് മുറിച്ച് നോക്കുക, അതിനോട് ചെറുതായിട്ടൊരു വെള്ളം പോലെ വരും. ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ചോര. ഈ ചുവന്ന നിറത്തിൽ നിന്ന് ചോര ഉണ്ടാവണമെന്നുണ്ടോ? അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും ജീവനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ മുറ്റത്ത് കിടക്കുന്ന പുല്ലില്ലേ, അതിൻ്റെ അടിയിലൊരു വേര് കണ്ടില്ലേ? ആ വേരെന്താണ്? അതിന് ജീവനുണ്ടെന്നത് സാക്ഷിയാണ്. അത് വെറുതെ പശു ഇങ്ങനെ കടിച്ചില്ല. പശുവൊക്കെ പാവിയ, ആട് പാവം ചെയ്തതാ. അപ്പോൾ മനുഷ്യൻ ഒന്നിനും കുറ്റം പറയാൻ പാടില്ല. വെജിറ്റേറിയൻ തിന്നുന്നവർ മാത്രം നല്ലവർ, നോൺ വെജിറ്റേറിയൻ തിന്നുന്നവരൊക്കെ മോശപ്പെട്ട ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടിനും രണ്ട് രീതിയാണ്. നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ഒരു ഹിംസ ചെയ്യണു എന്നൊരു തോന്നല്. കേട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ രോദന അമ്മ കേട്ടോ, കണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലായ കരുവേപ്പില ഇട്ടോ, കണ്ടോ? ആ കരുവേപ്പില ആ മരത്തിൽ എന്ത് ഭംഗിയായിട്ട് ആ വർണ്ണമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടാവുന്നതാണ്. അതിനെ കൊണ്ടുവന്ന് മുറിച്ച് തൊലിയൊക്കെ എടുത്ത് അതിൻ്റെ അരപ്പ്. അപ്പൊ നോക്കൂ, ഇത് എന്തൊക്കെയാണ് മിക്സ് ചെയ്യണത് നോക്കൂ. അതല്ല, ഇപ്പൊ എന്റെ കണ്ണിനാണ് അത്ര സാധനങ്ങൾ ഇട്ട് വന്ന് ഞാൻ എന്തോരം ബുദ്ധിമുട്ടും. എന്തിനാ കണ്ണ്, നമ്മുടെ വായനുള്ളിൽ നിന്ന് അത്ര സാധനം ഒരുമിച്ചിട്ട് കഴിഞ്ഞാലോ? ഇതൊക്കെയല്ലേ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ മുകളിലിട്ടുന്നത്. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ രോദനം കേട്ടില്ലേ ഇപ്പമ്മ? ഓരോന്നും രോദനം ഉണ്ടമ്മ. അത് കേൾക്കില്ല അമ്മ, ചെറുത് നിശബ്ദ രോദനാണ്. അത് മനസ്സിലായില്ലേ? അപ്പോ പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എത്ര ചെറിയ അല്ല, അങ്ങനെയല്ലമ്മ, എത്ര ചെറിയ അണുക്കൾ നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ തലയിൽ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണുന്ന പെയിന്റ് അമ്മ വളർത്തോ തലേന്റെ മുകളിൽ?
ഇനി പേനായി വളർത്തി കഴിഞ്ഞാൽ എടുത്ത് കൊല്ലില്ലേ അമ്മ? വിടുവൊന്നുമില്ലല്ലോ. അപ്പൊ അത് പാവല്ലേ? അപ്പൊ ഒരു പാവം ചെയ്യാണ്ട് മനുഷ്യന് ജീവിക്കാനൊന്നും പറ്റില്ല. ചെറിയ പാവങ്ങളൊക്കെ ആവാം. അപ്പോൾ ജീവിക്കാൻ മനുഷ്യന് ചെറിയ പാവങ്ങളൊക്കെ ചെയ്യാം. പിന്നെന്തറിയോ, ഈ മാർവാടിസിലാണോ ഏതിലാണ് ജെയിൻ എന്ന് പറഞ്ഞ ജാതിയിൽ അവിടുത്തെ സന്യാസിമാർ തലമാണ്ടൊക്കെ മുട്ടയിരിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ അറിഞ്ഞാണ് കേട്ടോ, തേനുണ്ടാവും, അത് നമ്മൾ കൊല്ലേണ്ടി വരും. അപ്പോൾ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് മുട്ട കാലിൽ ചെരുപ്പിടില്ല. ചെരുപ്പിട്ട അറിയാതെ എന്തിനേലും ചവിട്ടും. എന്നിട്ട് അവർ പറയും എന്നാലും അതന്നെ അത് സംഭവിക്കും. പക്ഷെ എന്നാലും അത്രയൊക്കെ അവർ ശ്രമിക്കുകയാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ലോ. പിന്നെ കൊന്നാ പാവം തിന്നാ പോകുന്നൊരു ചൊല്ലുണ്ട് കേട്ടോ. എന്നിട്ട് ആൾക്കാരൊരു പേരിന് പറയും കോഴി കഴിക്കാം കേട്ടോ. എന്തേ? അതൊക്കെ മനുഷ്യന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ആരാ പറഞ്ഞ്? അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പൊ അത് പറയും കോഴി കഴിക്കാം, ആട് കഴിക്കാം. അത് കേട്ടോ, എണ്ണ അങ്ങനെ തെളിഞ്ഞൊന്നും കണ്ട അത് കഴിഞ്ഞ് ഇതിന്റെ പച്ചമണം പോയി നഷ്ടം. 3-4 മിനിറ്റ് ആയില്ലേ? കണ്ടോ? ഇതൊക്കെ പഠിക്കാൻ വേണ്ടിട്ടാണ്. കണ്ടോ? ആര് പഠിക്കാൻ വേണ്ടിട്ട്? ഞാൻ പഠിച്ചു. നോക്ക്, എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ട. അപ്പൊ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോഴെന്നെ ഇടാൻ പാടുള്ളൂ, അതിന് മുമ്പ് ഇടരുത്. കേടൊന്നു പോകും. ഈ മണ്ടൻ എന്തൊക്കെയാ പറയണത്? ഇനി എങ്ങനെ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് തിന്നാ? ചെക്കനാണെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ രോദനം പറഞ്ഞിട്ട് പോയി. അപ്പൊ അതേപോലെ തന്നെയാണ് അമ്മ ഇടയ്ക്കിനടുത്ത് പറയില്ലേ, മോനെ ഈ നോർമൽ വെച്ച് അങ്ങനെ തിന്നട്ട മോനെ, ഇത്തിരി കുറയ്ക്കും മോനെ, അത് പാവാണ് മോനെ പറഞ്ഞു. ഞാൻ എന്തിനു കേൾക്കണം? ആവശ്യത്തിനുള്ള വെള്ളം വറക്കുമ്പോ ആൾറെഡി ഇത്തിരി വെന്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വേവൊന്നും വേണ്ട. അപ്പൊ ഇതിലിപ്പോ എല്ലാം ഇട്ടു ഇതൊന്ന് വേണം കേട്ടോ. നിറച്ച് വെക്കാം. ഇത് ഗ്രീൻ മസാലയാണല്ലേ? ഗ്രീൻ കളറായി എനിക്ക് കാണണം, ബ്രൗൺ ആയ ഞാൻ അംഗീകരിക്കില്ല കേട്ടോ. ബ്രൗൺ ആവില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയണ്ട് ഗ്രീൻ ആവുള്ളൂ. മനസ്സിലായില്ലേ അമ്മയ്ക്കിപ്പോൾ? അപ്പൊ മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയരുത്. മനസ്സിലുള്ളത് കൂടി മനസ്സിലാവാതെ പോകുന്ന ആരോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കന്നഡത്തിലും അതന്നെ പറയും, ഗുത്തിരുത്തരെന്ന ഗുത്തിരുത്ത ಹೇಳ್ಬಾರ್ದು, ഗുത്തിരത് കൂടെ ഗുത്തിരത്തെ ആകത്തെ. നാ സമജ് കോ സമജ് ബോലാത്ത സമജ് ബി നാ സമജ് ബൻ ജാത്ത ഹൈ, സമജ് ഗയേ ക്യാ? മനസ്സിലായില്ലേ? തെരിയാത്ത തെരിയെന്ന് சொன்னா തെരിയത് കൂടെ തെരിയാമ പോകും, തെരിയുമാ? മനസ്സിലായോ? അപ്പൊ മനസ്സിലാവാത്ത മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളതും കൂടി മനസ്സിലാവാതെ പോകും. മനസ്സിലായി? ഇത് പഴയ ചൊല്ലാണ് കേട്ടോ, ആരോ ചൊല്ലിയാണ്. മനസ്സിലായില്ലേ? ಗೊತ್ತಿಲ್ದಿರನ್ನ ಗೊತ್ತಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಗೊತ್ತಿರೋದು ಕೂಡ ಗೊತ್ತಿಲ್ಲದೆ ಆಗುತ್ತೆ, ಗೊತ್ತಾಯ್ತಾ? അത് കന്നഡത്തിലും പറയും. നമ്മൾ ഒന്ന് പറഞ്ഞാൽ അത് പല ഭാഷകളിൽ ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കും അല്ലേ? പക്ഷെ എന്താണെന്നറിയില്ല, ലോകം ഉണ്ടായ കാലം മുതൽ ഇതപ്പം അമ്മ നിൽക്കണില്ലേ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം 2 പേര് അല്ലെങ്കിൽ 3 പേരുണ്ടായിട്ടുള്ളൂ. ഒന്ന് മമ്മി, ഒന്ന് ഉമ്മ, ഒന്ന് അമ്മ. ഇതിനപ്പുറത്തെ ഒരു പേരെ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? വെറും ത്രിപ്പിൾ മാത്രം, അതിൻ്റെ മുകളിൽ ഒരൊറ്റ അക്ഷരം കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടോ? അങ്ങനെ വല്ലതും കണ്ടുപിടിച്ചതിനെ പറയണം. അപ്പൊ മനസ്സിലാവാത്ത മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിന്റെ കഥയാണോ? അല്ല, മനസ്സിലാവാത്തത് മനസ്സിലാക്കിയിട്ട് എന്നെ കുറിച്ച് പല വട്ടം അമ്മ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മ പറയരുത്. ഞാൻ പോവാന്ന അച്ഛ വരൂ, അച്ഛനുണ്ടോ അവിടെ? പിന്നെ ഞാൻ പോടാ പറഞ്ഞു, ഞാൻ പോയാൽ പിന്നെ താര് പിടിക്കും, സെൽഫി പിടിക്കും. നമ്മള് ഒരാളെ കുറിച്ച് മറ്റൊരാളെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവരെ വിലയിരുത്തി അവരെ നമ്മൾ കാണാത്ത കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഒന്നുമില്ല. ആരോ പറയുന്നത് കേട്ടു എന്നിട്ട് ഒരാളെ കുറ്റം പറയില്ലേ നമ്മള്? ഞാനൊന്നും പറയില്ല. അങ്ങനെയല്ല, എക്സാമ്പിൾ പറഞ്ഞ എക്സാമ്പിൾ എന്നെ വേണ്ട, അമ്മേനെ പറഞ്ഞാൽ മതി. നിന്നോട് വന്നിട്ട് പറയണം, അതെ ഇങ്ങനെ ഒരാൾ പറഞ്ഞോമ്മ, അയാൾ ഇങ്ങനെ എത്ര അങ്ങനെ എത്ര എന്ന് പറയില്ലേ നമ്മള് ഒരാളെ കുറിച്ച്? നമ്മളല്ല, അമ്മ പറയായിരിക്കും. എന്നാ ഞാൻ തന്നെ ആയിക്കോട്ടെ, എല്ലാം എന്റെ മണ്ടയ്ക്ക് ആയിക്കോട്ടെ. പറയും. എക്സാമ്പിൾ പറഞ്ഞ എന്തിനമ്മ എക്സാമ്പിളിന് മുഴുവൻ? ഞാനെന്താ വിജ്ഞാനികൾ ഉപയോഗിക്കുന്ന എലിയോ വെള്ളെലിയോ? എപ്പോ നോക്കിയാലും എന്നെ എക്സാമ്പിളിന് വെക്കാൻ? അതിന്റെ ഒരു കഥ പറയാ, നമ്മൾ എന്തെന്നെ പറഞ്ഞാലും അത് നമ്മക്ക് തന്നെയാണ് അതിന്റെ പാവം. മനസ്സിലായോ? അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ പാവം നമ്മൾക്ക് തന്നെയാണ്. നമുക്കൊന്നും അറിയില്ല. ആരോ പറയുന്നത് കേട്ടു, നമ്മൾ അവരെ കുറച്ച് ഒഴിവോ, അവരങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ, അവര് നശിച്ചു പോട്ടെ എങ്ങനെയൊക്കെ പറയില്ലേ? അങ്ങനെ പറയരുത്. അതിന് ആസ്പദമാക്കിയാണ് ഞാനൊരു കഥ പറയുന്നത്. അത് കേക്ക്, എന്നിട്ട് പറയാം. എന്നിട്ട് അതിന്റെ ബാക്കി ഞാൻ പറയണോ? കേൾക്കൂ, കേട്ടിട്ടൊന്നും പറയാല്ല, കേൾക്കുന്ന. ഒരു
നാട്ടില് ഒരു സമ്പന്നയായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഭഗവാനെ, രാജാവൊന്നുമില്ല. ആ വീട്ടിലെ യജമാനി, അതായത് ആ വീട്ടമ്മ. ഈ വീട്ടിലെ യജമാനി, ഈ വീട്ടിലെ ഞാനല്ലേ. എല്ലാ വീട്ടിലും ഒരു യജമാനി ഉണ്ടാവും, അത് വീട്ടമ്മയായിരിക്കും. അവർക്ക് ഒരുപാട് ഭൂസ്വത്തുകളും എല്ലാം ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉള്ള കൃഷിയിടങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ജോലിക്കാരും എല്ലാം ഉണ്ട്. അപ്പൊ ഈ സ്ത്രീ എങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള അമ്മേനെ പോലെ ആയിരിക്കും. സമ്പന്ന എന്നൊക്കെ പറയും. അമ്മേനെ പോലെയൊക്കെ ഒരുപാട് പറയും. സദ്ഗുണ സമ്പന്നയായ ഒരു സ്ത്രീ, ദാനധർമ്മങ്ങൾ. എനിക്ക് അറിയാത്ത കാര്യം ചോദിക്കാലോ, ഇതെന്താ ഈ സദ്ഗുണ സമ്പന്ന എന്ന് പറഞ്ഞ? എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു സ്ത്രീ. ഇത് മകം പറഞ്ഞ മങ്കാന്നൊക്കെ പറയില്ലേ? ഐശ്വര്യം ഉണ്ടെങ്കിലും കൂടി അഹങ്കാരം അതന്നെ മകം പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് സഹായിക്കുക. ഞാൻ നാളൊരു സഹായം ചോദിച്ചു, അമ്മ സഹായിച്ചില്ല. അപ്പൊ അമ്മ ഇരുപെട്ടില്ലേ? അപ്പൊ മറ്റുള്ളവരെ സഹായിക്കുക, കഷ്ടതകളുള്ള ആൾക്കാരെ കണ്ട അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഒന്നും അവരുടെ മനസ്സിന് വേദനിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും പറയാതെ അങ്ങനെ നല്ലൊരു സ്ത്രീ. അങ്ങനത്തെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. ജോലിക്ക് നിൽക്കുന്നവർക്ക് എല്ലാം ഇവരെ ഇഷ്ടമാണ്. അമ്മ അമ്മ എന്നാണ് അവർ വിളിക്കുക. അങ്ങനത്തെ സ്ത്രീകളെ എല്ലാവരും അങ്ങനെ വിളിക്കുക. ലക്ഷ്മിയെ പോലെ തന്നെയാണ് എല്ലാം കൊണ്ടും നല്ലൊരു സ്ത്രീ. എങ്ങനെ 4 കൈയും കമലത്തിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ? ശരി. സാക്ഷാൽ ലക്ഷ്മി എന്ന് പറഞ്ഞ എങ്ങനെയാ? അങ്ങനെ നല്ലൊരു ആണ്. അപ്പൊ അവിടെയുള്ള ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇവർ സഹായിക്കും. അതുപോലെ അവിടെ ജോലിക്കാർക്കൊക്കെ ഇവര് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ബഹുമാനാണ്, സ്നേഹമാണ്. പൈസയുണ്ട്, പിന്നെ നല്ല സഹായം ഉണ്ടല്ലോ. പൈസ ഉണ്ടെങ്കിലും കൂടി എല്ലാവരും സഹായിക്കൂടാ. ഇല്ല, സഹായം ഉണ്ടല്ലോ, അത് കാരണം കൊണ്ടാണ് സ്നേഹം. നല്ല ആൾക്കാരെ പൈസ ഉണ്ടെങ്കിലും ആളെ കൊണ്ടെങ്കിലും ഉപകാരപ്പെടാം. അതന്നെ, എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവും, അല്ലെങ്കിൽ ആർക്കും ഉണ്ടാവും. അങ്ങനെ അവരുടെ വീട്ടില് കമല എന്ന് പറഞ്ഞൊരു ജോലിക്കാരുണ്ട്. ഇതിന്റെ പേര് ലക്ഷ്മി, അതിന്റെ പേര് കമലം. ഒമ്മോ, ഭയങ്കര കോമ്പിനേഷൻ. കമല എന്ന് പറഞ്ഞൊരു ജോലിക്കാരൻ. അവര് കുറച്ച് അകലെ നിന്നാണ് ജോലിക്ക് വരും. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് പോവുക. അവരുടെ ഭർത്താവും കുട്ടി അങ്ങനെ ആരൊക്കെ അവിടെ ഉണ്ട്. 3 പേരും കൂടിയിട്ടാണോ ജോലിക്ക് വരുന്നത്? അല്ല, അവര് വേറെ അല്ലേ, കുറച്ച് ദൂരല്ലേ. അപ്പൊ അവര് എല്ലാ ദിവസവും വീട്ടിൽ പോകാൻ പറ്റില്ല, ആഴ്ചയിലൊരിക്കലാണ് വീട്ടിൽ പോവുക. അങ്ങനെ ഇവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ത്രീ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ യജമാനിക്ക്, എന്താ പറഞ്ഞ ഈ വീട്ടമ്മയ്ക്ക് അവരോട് എല്ലാവരോടും ഇഷ്ടമാണ്. പക്ഷെ ഈ സ്ത്രീയോട്, ഈ കമലയോട് ഒരു പ്രത്യേക താല്പര്യം, പ്രത്യേക സ്നേഹമൊക്കെയാണ്. അങ്ങനെ ഒരു ആഴ്ച അവര് ജോലി കഴിഞ്ഞ് പോയാൽ പിറ്റേ ദിവസം അവർ വരുമല്ലോ. അന്ന് അവർ വന്നില്ല. അപ്പോൾ വീട്ടിൽ കുട്ടീനെയും ഭർത്താവിനെയൊക്കെ കാണാൻ പോയവർ വന്നില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി. ഇവർ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു, കമല വന്നില്ലല്ലോ, എന്താണ്? അപ്പോൾ കമലയുടെ വീട് എനിക്കറിയില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ട് പറയാമെന്ന്. അപ്പോൾ അങ്ങനെ ആരോ വീട് അന്വേഷിച്ചിട്ട് ഇന്ന സ്ഥലത്താണ് വീട് എന്ന് അറിയാം, അവിടെ എന്താ പ്രശ്നം എന്ന് അറിയില്ല, പോയി നോക്കണമെന്ന് ചോദിച്ചപ്പോൾ പറയും വേണ്ട, ഞാൻ തന്നെ നേരിട്ട് പോകാമെന്നുള്ളത്. ഇവരവിടെ പോയപ്പോൾ അവർ കണ്ട കാഴ്ച അവർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. കാരണം അവരൊരു ചെറിയ വീടാണ്, മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീട്. അപ്പൊ ആ വീട് തകർന്നു പോയിരിക്കുന്നു, അതങ്ങനെ വീണിരിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് വിഷമമായി. പിന്നെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ കരഞ്ഞ് ഇവർ തലയിലൊക്കെ കെട്ടൊക്കെ കെട്ടി, ഇവർക്കും കുട്ടിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, ഭർത്താവ് മരിച്ചിരിക്കുന്നു. അത് വീണ് ഭർത്താവ് മരിച്ചു. അപ്പൊ അവരാകെ സങ്കടത്തിലേക്കാണ്. ഇത് കണ്ടതന്നെ ഇവർക്കൊരു വിഷമായി. അവരെ കണ്ടത് അമ്മാന്ന് പറഞ്ഞ് ഈ കമല ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, അമ്മ ഇങ്ങനെ സംഭവിച്ചു, അമ്മ എൻ്റെ ഗതി നോക്ക് എന്നൊക്കെ പറയും. നീ വിഷമിക്കണ്ട, വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും ആവോ, നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ ഈ സ്ത്രീ ഇല്ലേ കമല, അവർ ഈ യജമാനിയോട് പറയാണ്, അമ്മ ഇത് ദൈവം തന്ന വിധിയല്ല അമ്മ, എൻ്റെ ബന്ധുക്കളൊക്കെ ഇല്ലേ ചുറ്റു, അവർക്ക് ഞങ്ങളുടെ നല്ല ജീവിതം കണ്ടിട്ട്, ഞങ്ങൾ ഭാര്യയും ഭർത്താവും കേട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്, ജോലി എടുത്താലും കൂടി ഞങ്ങൾ സ്വർഗതുല്യമായ ജീവിതമാണ് നയിക്കുന്നത്. അത് കണ്ടിട്ട് അവർക്ക് അസൂയം, അവർ ഞങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ അവർ ചെയ്തതാണ് അമ്മ ഇത്, അങ്ങനെ എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയും. നിന്റെ ബന്ധുക്കൾ ചെയ്തതാണോ ഇത്, സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ല അല്ലേ എന്ന് പറഞ്ഞിട്ട്, എന്ത് ബന്ധുക്കളാണ് അവർ, നശിച്ചു പോണവർ, ഇങ്ങനെ ഒരു കുടുംബത്തോട് ദുഷ്ടതരം ചെയ്ത് അവർക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈ യജമാനി പ്രാവി പറയാം. അങ്ങനെ അവര് വാ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുത്ത് അവർക്ക് ഒരു വീടും എല്ലാം ഒരുക്കി കൊടുത്ത് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിപ്പിച്ച് നന്നായി നോക്കുകയാണ്. അപ്പോൾ ഈ കമല എന്നും ജോലിക്ക് വരുമ്പോൾ ഈ അവളുടെ നെറ്റിയിൽ പൊട്ട് കാണില്ലല്ലോ, അപ്പോഴൊക്കെ ഈ യജമാനി നോക്കും. എന്താ പറഞ്ഞാൽ, അയ്യോ ഇവളുടെ ജീവിതം, ഇവിടെ ഇത്ര ചെറുപ്പത്തിൽ വിധവേ,
ഇല്ലേ, അതിന് കാരണം ആരാണ്? ആ ബന്ധുക്കളല്ലേ. അവർ ഒരു കാലത്തും ഗുണം പിടിക്കരുത്. എന്ത് ദുഷ്ടത്തരാണ് ഇവളോട് ചെയ്തത് എന്ന് അവരെ എന്നും പ്രാപിക്കൊണ്ടുണ്ടാവും അവര്. അങ്ങനെ ഈ സ്ത്രീ മരണം വരെ ഈ കമലെ കാണുമ്പോൾ, ഈ ജീവിത അവസാനം വരെ കമലെ കാണുമ്പോഴൊക്കെ അവർക്ക് വിഷമാണ്. അവർ ആ ബന്ധുക്കളെ പ്രാപിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ മരിച്ചു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്. മരിച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ അവിടെ യമധർമ്മരായൻ ആ ലോകത്തിലേക്കല്ലേ. അങ്ങനെ ഒരു വിശ്വാസമല്ലേ. അപ്പൊ യമധർമ്മരായനും ചിത്രഗുപ്തനും ഒക്കെ ഇരുന്നിട്ട് പാവപുണ്യത്തിന്റെ കണക്കെടുക്കുകയാണ്. ആ സമയത്ത് ഈ ആത്മാക്കൾ വരുമല്ലോ. അങ്ങനെ കമലയുടെ ആത്മാവും വന്നു. അപ്പൊ കമലയ്ക്ക് 10 ദിവസം നരകത്തിലേക്ക് പോകണം ആദ്യം തന്നെ എന്നാണ്. അപ്പൊ കമലയ്ക്ക് ആകെ വിഷമായി. ഞാൻ ഒരു ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടല്ല, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് ഞാൻ നരകത്തിലേക്കോ? എന്താണിത്? കൊണ്ട് യമധർമ്മനായ എന്താണിത്? ഞാൻ നരകത്തിലേക്ക് പോകണം? ഞാൻ വേണ്ടാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരാൾക്ക് ഒരു ദ്രോഹം പോലും ചെയ്യാത്തവളാണ്. എങ്ങനെയാണ് എന്നെ നരകത്തിലേക്ക് ഇടുന്നത് ചോദിച്ചു. അപ്പൊ അതാണോ? അപ്പൊ യമധർമ്മന്റെ കയ്യിലുള്ള എല്ലാത്തിനും ഒരു ഉത്തരം. അപ്പൊ പറയും, അത് നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മായ കൊണ്ട് ഒരു ദൃശ്യം കാണിച്ചു കൊടുക്കും. അപ്പോൾ കണ്ണടയ്ക്കാൻ പറയും. അങ്ങനെ ദൃശ്യം കാണുന്നത് എന്താ അറിയോ? ഈ കമലയുടെ വീട്ടിലേക്ക് പോവില്ലേ ഇവര് കമലെ കാണാം. ആ സമയത്ത് ഈ വീടൊക്കെ അങ്ങനെ, അപ്പൊ ഈ വീട് കാണിച്ചു കൊടുക്കും. വീട് കാണിച്ചപ്പോൾ ഇത് ആരുടെ വീടാണെന്ന് മനസ്സിലായി, ഇത് എന്താണെന്ന് മനസ്സിലായി. ആ വീട് കിടക്കണ ഇത് കണ്ടു. അപ്പോൾ ഇതെൻ്റെ കമലയുടെ വീടാണെന്ന് പറയും. ആ വീടിന് എന്താ സംഭവിച്ചതെന്ന് ഇപ്പൊ കാണും, അത് കാണാൻ പറയും. അപ്പൊ എന്താ അറിയോ? രാത്രി അവിടെ ഒരു മരം വീണതാണ് അതിന്റെ മുകളിലേക്ക്. അല്ലാണ്ട് വേറെ ആരും ഒന്നും ചെയ്തതല്ല. ആ മരം വീണിട്ടാണ് ആ വീട് വീണ് എന്റെ ഭർത്താവ് മരിച്ചതും ഇതൊക്കെ. പക്ഷെ കമല പറഞ്ഞത് വിശ്വസിച്ചിട്ട് ബന്ധുക്കളാണെന്ന് പറഞ്ഞ് ഈ യജമാനി എന്നും ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ അവര് കാണാത്ത ബന്ധുക്കളെ അവര് ചെയ്തോ ചെയ്തില്ലേന്ന് അറിയാണ്ട് ഈ കമലയുടെ വാക്ക് കേട്ടിട്ട് അവരെന്നും നിന്ദിച്ചുകൊണ്ടിരുന്നു. അവര് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അത് സത്യമായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് 10 ദിവസം ആദ്യം തന്നെ നിന്നെ നരകത്തിലേക്ക് വിടുന്നത്. അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് അയക്കും. അത് കഴിഞ്ഞ് സ്വർഗത്തിൽ ചെയ്ത പുണ്യങ്ങളുടെ ഫലം. ഈ 10 ദിവസം കിട്ടിയത് എന്തിനാണ്? ഈ ഒരു ചെറിയ കാര്യത്തിന്. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയാത്തത് ആരെയും കുറ്റപ്പെടുത്തി പറയരുത്, ആരെയും ശാപവാക്കുകൾ പറയരുത്, ആരുടെ മനസ്സും നമ്മൾ അറിയാത്ത കാര്യം കൊണ്ട് വേദനിപ്പിക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാണാത്തൊരു കാഴ്ച ആരോ പറഞ്ഞു, അവന്റെ വിശ്വാസമാണ് എന്നെ എൻ്റെ ബന്ധുക്കളെ ദ്രോഹിച്ചെന്ന് ആ സ്ത്രീ പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീന് അറിയില്ല അതങ്ങനെ ആണോ അല്ലേ എന്നുള്ളത്. പക്ഷെ ഒന്നും അറിയാത്ത സ്ത്രീ ഏതാണ്ട് മറ്റേ സ്ത്രീൻ്റെ നെറ്റിയിലെ കുങ്കുമം കാണാണ്ടിരിക്കുമ്പോഴൊക്കെ ഇതിന് കാരണക്കാരൻ ആ ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ പലരും ജീവിതത്തിൽ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്നൊന്നും അറിയില്ല. നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയും. ഏതോ ഒരാൾ വന്ന് ഏതോ ഒരു വ്യക്തി വന്നിട്ട് എന്തോ ഒരു പരദോഷണം പറഞ്ഞാൽ അതിൽ എത്ര ശരിയുണ്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. അതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ കണ്ണും കൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല, ചെവിയും കൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ പറഞ്ഞ ആളുടെ മുകളിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ 10 പേരിൻ്റെ അടുത്ത് പറഞ്ഞ് അത് 10 100ആയി, ആ 100 1000മായി. ഒന്നും തെറ്റിയാത്തൊരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ പ്രാവുമ്പോൾ ഒരു കൊലപാതകം ചെയ്തതിനെക്കാട്ടിലും ഏറ്റവും വലിയ തെറ്റാണത്. കാരണം നമ്മളറിയാതെ നമ്മളൊരാളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ശിക്ഷ യമനെന്നല്ല, യമൻ്റെ അച്ഛനാണ് അങ്ങനെ കൊടുത്തിരിക്കണം. കാരണം എന്താ പറയുക, യമൻ്റെ അച്ഛൻ ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ യമൻ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവണം. കാരണം എന്താ പറഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഒന്നൊക്കെ ഇതാവാൻ വേണ്ടിയിട്ടല്ലേ ക്രമീകരിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ പറഞ്ഞ നല്ലൊരു മെസ്സേജ് ഞാൻ മനസ്സിലാക്കിയത് എന്താ പറഞ്ഞാൽ, ഇന്ന് ഈ സമാജത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടുള്ളത് നമ്മൾ കാണാത്ത കാഴ്ചകളെ കൊണ്ട് ഒരാളുടെ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് വെറുതെ പ്രാവ്യം കൊണ്ടിരിക്കുക. അവരെ പറ്റാത്ത ഒരാൾ, ഇപ്പം അമ്മേനെ ഇഷ്ടമില്ലാത്ത ഒരാൾ പോയിട്ട് ഒരാളോട് അമ്മ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്മ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ചുമ്മാ ഞാനങ്ങനെ ഇരുന്നിട്ട് ആ കുട്ടി പറഞ്ഞു എന്ന് വന്നിട്ട് വിശ്വസിച്ചിട്ട് അതെന്നെ വിശ്വസിച്ച് വൈരാഗ്യം മനസ്സിൽ വെച്ച് ഇല്ലാത്തൊരു ശത്രുത ഉണ്ടാക്കിയിട്ട് ഒരു തെറ്റ് ചെയ്തോ ചെയ്തില്ല എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് ഒരാളിനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അതാണ് മനുഷ്യൻ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. അതിന് യമൻ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, 10 ദിവസം കൊണ്ട് വെച്ചാൽ പോരാ, എണ്ണച്ചട്ടിയിൽ വറക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വറുത്ത് അല്ല എന്ത് പുണ്യം ചെയ്താൽ അല്ലല്ല ചെറിയ തെറ്റല്ല. നമ്മൾ കാണാത്ത കാഴ്ചകൾ, അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. അത് നമുക്ക് പറയുമ്പോൾ തോന്നും ചെറിയ തെറ്റാണെന്ന്, പക്ഷെ ആ തെറ്റ് ചെയ്യാത്ത അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അവൻ്റെ ജീവിതം തകർന്നു പോകുമ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരാളിനെ എന്താ പറയുക, ജീവനോടെ കൊല്ലുക എന്ന് പറയില്ലേ, അതിന് തുല്യമാണ്. ഒരിക്കലും ചെറിയ തെറ്റല്ല. നമ്മൾ കാണാത്തൊരു കാര്യം പറഞ്ഞ് അടുപ്പിച്ച് ഒരാളുടെ പൊട്ട ലേബൽ കുത്തുമ്പോണ്ടല്ലോ, മുദ്ര കുത്തുമ്പോണ്ടല്ലോ, ഒരാളുടെ ജീവിതം നശിച്ചു പോകാൻ നമ്മുടെ ഈ നാക്ക് കാരണമാവണം. അപ്പോൾ
ഇത് നല്ലൊരു പാഠാവട്ടെ. നമ്മൾ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഒരാളിനെ വിരൽ ചൂണ്ടിനേക്കാൾ മുമ്പ് ചിന്തിക്കുക. ഈ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നിന്റെ ചൂണ്ടിക്കൊണ്ടുണ്ട്. അല്ല, നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇതൊക്കെ നമ്മള് കഥകളാണെങ്കിലും കൂടി നമ്മുടെ മനസ്സിലൊരു വിശ്വാസം അല്ല, എല്ലാ കഥയിലും ഒരു മോറൽ ലെസൺ ഉണ്ട്. അല്ല, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം താല്പര്യമാണെങ്കിലും നമുക്ക് അതൊക്കെ ഒരു ഉൾക്കൊണ്ടിട്ടാണെങ്കിലും നല്ല കാര്യങ്ങളും പൊട്ട കാര്യങ്ങളും ചെയ്യാനൊരു ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോ നമ്മള് അതിനെ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യണം പറഞ്ഞാൽ നമ്മളെ കഴിയണതും ആരെയും ദുഷിച്ച് പറയാണ്ടിരിക്കുക. നമ്മളറിയാത്ത കാര്യം എന്തിനാണ് നമ്മൾ പറയുന്നത്, ആ ഭാവം നമ്മുടെ തലയിൽ വരും. അതുപോലെ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ, അത് അവരുടെ താല്പര്യം, അവർ ചെയ്തോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയരുത്. അത് പറയാൻ പോയാലും ആ പാവം നമ്മുടെ തലയ്ക്കാ വരും. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്ത എല്ലാ കുറ്റങ്ങളുടെയും പാവങ്ങളുടെയും ഫലം നമ്മൾ മാത്രമാണ്, നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മളാണ് അത് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരിക, കൂടെ ആരും ഉണ്ടാവില്ല. കാരണം ഈ കഥയിൽ 99% നന്മ ചെയ്തിട്ട് ഒരേ ഒരു ശതമാനം അറിയാത്ത കാര്യം ഒരാളുടെ കുറ്റം പറഞ്ഞ ജീവിതകാലം മുഴുവൻ പ്രാപ്യത കൊണ്ട് 10 ദിവസം നരകം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് വേറൊരു ലെസണാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത, നമ്മൾ അറിയാത്ത കാര്യത്തിന് വല്ലവരെയും ക്രൂശിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം പാപികളായി മാറും, അല്ലേ? അപ്പം ഇന്ന് കഥയും കഴിഞ്ഞു, പാചകം കഴിഞ്ഞു. കേട്ടോ, ഇതാണ് ഒരു ഗ്രീൻ മസാലക്കറി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് ഒരു ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കറി ഉണ്ടാക്കാം. മറ്റുള്ളതൊന്നും ഇല്ലെങ്കിലും മറ്റുള്ള സാധനമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അതെ. ഇനിയിപ്പോൾ നോമ്പും വ്രതമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ മുട്ടയൊക്കെ മുറിച്ചിട്ട് അതൊരു വേറെ വെറൈറ്റി ടേസ്റ്റ് കൂടി മുട്ടയും കൂടി ഇട്ടിട്ട് കഴിക്കാം. ഇന്നിപ്പോൾ നമുക്കത് വേണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വരുമോ? വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ക്യാബേജും ക്യാരറ്റും കൂടി ഒരു തോരൻ വെക്കുന്നുണ്ട്. അതാണ് ഇന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം. വരണോ? ബൈ.